നമ്മുടെ സിസ്റ്ററിൻ്റെ ബ്രദറാണ് ഇവിടെ ജോസഫ് നിൽക്കുന്നത്. ഏതൊക്കെയാലും അദ്ദേഹം പറഞ്ഞു വാക്കുകളില്ല, ഏതൊക്കെയാലും സത്യം ജയിച്ചു. നമുക്ക് അല്പം ആശ്വാസം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മദർ തെരേസമാരെ ഈ പറയുന്ന ജയിലിൽ അടച്ചത് നമ്മുടെ മതേതര ഭാരതത്തിന് തന്നെ കളങ്കം സൃഷ്ടിച്ചതാണ്. ഇത് 8 ദിവസം കഴിഞ്ഞു തടങ്കിൽ കിടക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ജാമ്യം ലഭിച്ചു. പക്ഷേ അത് മാത്രം പോരാ. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് കുറ്റക്കാരനല്ല എന്ന് കണ്ട സ്ഥിതിക്ക് അവർ തന്നെ എഴുതി കൊടുക്കണം, ഈ ഭരണകൂടം എഴുതി കൊടുക്കണം കുറ്റക്കാരനല്ല എന്ന്. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ഒഴിവാകാൻ പറ്റത്തുള്ളൂ. അതിനുള്ള സമ്മർദ്ദമാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വർഗീയ കക്ഷികൾ അവരെ അക്രമം പോലീസിന് മുമ്പിൽ നടത്തിയപ്പോൾ ആ പോലീസ് കേസെടുക്കണം, അവർക്കെതിരെ ഈ അക്രമം നടത്തിയ വർഗീയ കക്ഷികൾക്കെതിരെ കേസെടുക്കണം, അതിനുവേണ്ടിയുള്ള നടപടികളും എടുക്കണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനം. ഇതൊരു സഹനത്തിൻ്റെ ഒരു സൂചനയാണ്. ഇത് 2 സിസ്റ്റേഴ്സിൻ്റെ അല്ല, ഒരു സമൂഹത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ അവകാശത്തിന്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്.